കൊച്ചിയിൽ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഹാർവെസ്റ്റ് MBBS എക്സ്പോ. രാജ്യത്തെ പ്രമുഖ എബ്രോഡ് കൺസൾട്ടന്റായ ഹാർവെസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡും റിപ്പോർട്ടർ ടിവിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. MBBS വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ സംഘടിപ്പിച്ച എക്സ്പോയിൽ ഇന്ത്യയിലും വിദേശത്തുമായി ജോലി ചെയ്യുന്ന നിരവധി പ്രഗത്ഭരായ ഡോക്ടർമാർ പങ്കെടുത്തു. കടവന്ത്ര റാഡിസൺ ഹോട്ടലിലാണ് എക്സ്പോ സംഘടിപ്പിച്ചത്. MBBS വിദ്യാർത്ഥികൾക്ക് ഡോക്ടർമാർ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ എക്സ്പോയിൽ നൽകി. ഇവിടെ നമുക്കിപ്പോൾ എക്സ്പോ നടക്കുന്നത് കൊച്ചിയിലാണ്. ഇവിടെ അത്യാവശ്യം ഒരുപാട് എൻക്വയറീസ് ഒക്കെ വരുന്നുണ്ട്. ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ട്. ഒത്തിരി സ്കോളർഷിപ്പ് ഉണ്ട്. ഒരുപാട് പേർക്ക് ഇവിടെ നിന്ന് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എക്സ്പോ പുതിയ അനുഭവമായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടു. കാര്യങ്ങളെല്ലാം പറഞ്ഞതെല്ലാം നമുക്ക് ഓക്കെയാണ്. എല്ലാം അറിഞ്ഞിട്ട് തന്നെ വന്നാലും ഇവിടെ വന്ന് ഒന്ന് കൂടുതൽ അറിഞ്ഞപ്പോൾ സന്തോഷമാണ്. അഡ്മിഷൻ, വിസ, യാത്രാ ക്രമീകരണം തുടങ്ങി പൂർണ്ണമായ സേവനം ഹാർവെസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് നൽകുന്നുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുമായി ഹാർവെസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് 22 ഓഫീസുകളുണ്ട്. ഹാർവെസ്റ്റ് എബ്രോഡ് സ്റ്റഡീസും റിപ്പോർട്ടർ ചാനലും കൂടെ ചേർന്ന് നടത്തുന്ന എബ്രോഡ് MBBS എക്സ്പോ അതിൻ്റെ 3rd ഡേ ആയിരുന്നു ഇന്ന്. എക്സ്പോ കണ്ടക്ട് ചെയ്തത് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു. ഒരുപാട് പാരൻസ്, സ്റ്റുഡൻസ് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ഐഡിയാസ് അവർക്ക് കൊടുക്കാൻ പറ്റി. ഇവിടെ ഒരു കൂട്ടം ഡോക്ടേഴ്സ് തന്നെ ഉണ്ട്. ഡോക് പാനൽ ഒരു 20+ ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്. കുട്ടികൾക്കും അതുപോലെ തന്നെ പാരൻസിനും ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരിവിടെ തന്നെ ഉണ്ട്. എല്ലാ ഡൗട്ട്സും എല്ലാ എൻക്വയറീസും കാര്യങ്ങളും അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നല്ലൊരു എബ്രോഡ് ഓപ്ഷൻസ് അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. 20 വർഷത്തോളമായി ഈ രംഗത്ത് ഹാർവെസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവരെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനുള്ള സൗകര്യമൊരുക്കി. US, UK, കാനഡ, ജർമ്മനി തുടങ്ങി 60-ലേറെ രാജ്യങ്ങളിലെ മികച്ച സർവകലാശാലകളിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിക്കൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ, കൊച്ചി.